على النبي والسلام على الرسول الشفيع المبتغي والحبيب النبي നബി അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ അബുന്നതൽ അല്ല ബാപ്പയാണോ ആ ഉമ്മയും ബാപ്പയും ഞങ്ങൾ കണ്ടിട്ടേയില്ല ദർശിച്ചിട്ടേയില്ല തീരെ തന്നെ അങ്ങ് ചെയ്തതുപോലെയുള്ള ഉപകാരം ഞങ്ങൾ കണ്ടിട്ടേയില്ല നബിയേ. മൂലത്തിലൂടെ പാടാറില്ലേ സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? ഉമ്മ ചെയ്തതിനേക്കാൾ വലിയ ഉപകാരം, പാപ്പ ചെയ്തതിനേക്കാൾ വലിയ ഉപകാരം, ഉമ്മ ചെയ്യുന്ന ഉപകാരം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, നമ്മൾ 9 മാസക്കാലം അതാ വയറ്റിരിക്കുന്ന യാതനകളും വേദനകളും തകം ചെയ്ത ഉമ്മ എത്രത്തോളം പറയോ. നമ്മൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ കടന്നുറങ്ങുന്ന സമയം വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് കടന്ന ഉമ്മ അതാ അങ്ങനെ കിടന്ന് അവിടുത്തെ വലതു ഭാഗത്തേക്ക് തരിപ്പോ വേദനയോ ആയാൽ മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കൽ സ്വാഭാവികമാണല്ലോ. അങ്ങനെ നമുക്കൊക്കെ ആ സമയത്ത് ആ ഭാഗത്ത് കിടന്ന് മടുപ്പ് വന്നാൽ ഉടനെ അപ്പുറത്തെ ഭാഗത്തേക്ക് അവർ നിന്ന് മറിഞ്ഞാൽ മതിയല്ലോ, തിരിഞ്ഞാൽ മതിയല്ലോ. എന്നാൽ പൂർണ്ണ ഗർഭിണിയായ ഉമ്മക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ. വലത് ഭാഗത്ത് കിടന്ന ഉമ്മ വേദനയോടെ യാതനയോടെ പ്രയാസപ്പെട്ടുകൊണ്ട് കൈയും താങ്ങിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട് എണീറ്റ് മെല്ലെ ഇരുന്ന് വീണ്ടും അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു വീണ്ടും അതുപോലെ കിടക്കുകയല്ലേ. ഗർഭിണികളായ സ്ത്രീകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നമ്മെ ഗർഭം ചുവന്ന ഉമ്മ ഗർഭസ്ഥ കാലത്ത് സഹിച്ച വേദനകളാണ്. 4 മാസത്തിൽ എനിക്കതാന്റെ ആ പള്ളയിലുണ്ടാകുന്ന ബോഡിയിലേക്ക് ഒരു ഡ്രൈവറെ കയറ്റിയപ്പോ, ഊഹാകുന്ന ആത്മാവാകുന്ന ഡ്രൈവർ ആ വണ്ടിയിലേക്ക് കയറിയപ്പോ നിന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങുന്നു. പള്ളയിൽ വെച്ച്, ഉമ്മാന്റെ പള്ളയിൽ വെച്ച്. ആ സമയത്തൊരാള് കൈ ചലിക്കുമ്പോ ഉമ്മന്റെ പള്ളയിലേക്ക് കുത്തുന്നു, കാല് ചലിക്കുമ്പോ മറ്റേ ഭാഗം വേദനിക്കുന്നു. അങ്ങനെ 9 മാസക്കാലം അതാ ഉമ്മ വേദന സഹിക്കുന്നു. അവസാനമല്ലോ കണക്കാക്കിയ സമയമായപ്പോ മരണത്തിന് സമാനമായ വേദന കൊണ്ടുകൊണ്ട് ഉമ്മ പ്രസവിക്കുന്നു. ചുറ്റുമുള്ള ആളുകളൊക്കെ വല്ലാതെ സന്തോഷിക്കുന്നു. ഈ വേദനയുള്ള ഉമ്മയും സന്തോഷിക്കുന്നു. നിന്റെ ജന്മമുണ്ടാകുമ്പോ ചുറ്റുമുള്ള ആളുകൾ സന്തോഷമാണ്. അതേപോലെ ഈ വേദന കൊണ്ട് പ്രസവിക്കുന്ന ഉമ്മ പോലും സന്തോഷിക്കുകയല്ലേ. നമുക്ക് ആവശ്യമുള്ള വിഷയം മാത്രം ഞാനിവിടെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ സന്തോഷത്തോടെ ഉമ്മ ആ സമയത്തും സന്തോഷിക്കുന്നു. എന്നിട്ട് ഉമ്മയുടെ മടിത്തട്ടിൽ മൂത്രിക്കുന്നു. ഉമ്മക്ക് വെറുപ്പ് തോന്നുന്നില്ല. ഉമ്മയുടെ മടിത്തട്ടിൽ ഒറിജിനലായ എക്കാസ് നജസ് വിസർജിക്കുന്നു, അഥവാ കാശിക്കുന്നു. ഉമ്മ ഒരു ശാപത്തിന്റെ വാക്കും പറയുന്നില്ല. ഉമ്മയുടെ മുഖത്തിന്റെ നിറവ്യത്യാസം സംഭവിക്കുന്നില്ല. വല്ലാത്ത സ്നേഹത്തോടെ എടുത്ത് ഉമ്മയുടെ മടിത്തട്ട് വൃത്തിയാകുന്നു. ഈ കുഞ്ഞാകുന്ന നമ്മെ ശുദ്ധീകരിക്കുന്നു. പൗഡറും അത്തറും എല്ലാ സുഗന്ധങ്ങളും വെച്ച് മിനിക്കുന്നു. എല്ലാം കഴിച്ച് നമ്മുടെ മുഖത്തേക്ക് ഓമന ചുംബനം നൽകുന്നു. അങ്ങനെ ഭക്ഷണം തരുന്നു, മരുന്ന് തരുന്നു. എന്തിനധികം പറയണം? സുബ്ഹാന ജല്ല ജലാലു. കുട്ടിക്കാലത്തുള്ള സംഭവം പോകട്ടെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം, മക്കളൊക്കെ ആയതിനു ശേഷം തന്റെ മകനിക്കൊരു രോഗമായ
ഒരു അസുഖം വന്നുപോയാൽ നിന്റെ ഉമ്മ രാത്രിയിൽ എത്ര തവണയാണ് നീ കിടക്കുന്ന റൂമിലേക്ക് വന്നിട്ട് നിന്റെ നെറ്റിത്തം തൊട്ടു നോക്കുന്ന ഉമ്മയല്ലേ? അതേ ശരീരമൊന്ന് തൊട്ടിട്ട് പനിക്ക് മാറ്റമുണ്ടോ എന്ന് നോക്കാറില്ലേ? ഇന്ന് എന്റെ അനുഭവമാണ് മുസ്ലിമേ. ഇന്നലെ രാത്രി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോ ഒന്ന് കാറ്റ് വീശിയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും പോലെ പൊയ്യെറിഞ്ഞതുപോലെ എന്തോ ഒരു വേദന ശരീരത്തിൽ പിടിപെട്ടു. ഞാൻ രാവിലെ എനിക്ക് ഉമ്മാട് പറഞ്ഞു, നടുവിൽ വേദനയാണ്, കൈകാലിക വേദനയാണ്, അങ്ങനെ വല്ലാത്ത വേദനയുണ്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ഥാപനത്തിൽ പോയി കുട്ടികളെ കണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഓർമ്മച്ചുകൊണ്ട് എന്റെ ഉമ്മ ചോദിക്കുന്നു, മോനെ കുരുതി വെള്ളമാക്കി തരണ്ടേ? ഉടനെ ഉമ്മേതാ കുരുതി വെള്ളം ഉണ്ടാക്കിയിട്ട് അതിന്റെ ക്രമം പോലെ ചെയ്തപ്പോ എന്റെ ശരീരത്തിന്റെ വേദന മാറിപ്പോയി. സ്വന്തം ഭാര്യയ്ക്ക് പോലും ചോദിക്കാൻ ഓർമ്മയുണ്ടായിട്ടില്ല. ഉമ്മയുടെ മനസ്സ് വലിയ പ്രായമുള്ള മകനായാലും പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. പടത്തിറപ്പേ, ഹയാത്തുള്ള ഞങ്ങളുടെ ഉമ്മമാർക്കും യാഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ ആഹ്റം സലാമത്താക്കണം റഹ്മാനേ.